ഈ സ്പീച്ചൊന്നും മലയാളത്തിൽ അത്ര തെലുങ്കിലും ഇംഗ്ലീഷിലൊക്കെ സ്പീച്ച് ചെയ്യാം, പക്ഷേ മലയാളത്തിൽ സ്പീച്ച് ഇത്തിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഇന്നൊരു നല്ല സായം സന്ധ്യ ആയതുകൊണ്ട് ഞാൻ മലയാളത്തിൽ തന്നെ വർത്തമാനം പറയാൻ ശ്രമിക്കാം. നിങ്ങളൊക്കെ ഇപ്പം ടി വിയിൽ കാണുന്ന മലയാളത്തിൽ ഇത്തിരി ഭേദമായിരിക്കും. ഇപ്പം ടി വിയിൽ നമ്മൾ ഓരോരോ പരിപാടിക്ക് കാണുന്ന മലയാളം, അത് ആംഗ്ലിസൈസ്ഡ് മലയാളം കേട്ടാണ് നമ്മുടെ പിള്ളേർ വളരുന്നത്. ഏതായാലും ഇന്ന് ഈ നല്ലൊരു പരിപാടി ഒരുക്കി ബാലഗോകുലം നമ്മുടെ സംസ്ഥയ്ക്ക് എൻ്റെ ഹൃദയപൂർവ്വ ആശംസകൾ. നമ്മുടെ ഈ തലമുറ ഇപ്പം രാമചന്ദ്രൻ നായർ അവർ സൂചിപ്പിച്ച പോലെ താരാട്ട് പാട്ട് കേട്ടിട്ടുണ്ടോയെന്ന് പറഞ്ഞു. കേട്ടിട്ടുണ്ടാവും. എന്തിനാച്ചാൽ ഇപ്പം ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് താരാട്ട് പാട്ട് വയ്ക്കാനൊരു ഇപ്പം ഇൻ്റർനെറ്റിൽ എന്ത് വേണമെങ്കിലും ഉണ്ട്. താരാട്ട് പാട്ട് വേണമെങ്കിലോ ഇനി എന്ത് പാട്ട്, തിരുവാതിര പാട്ടുകളും എല്ലാം നമ്മുടെ ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. അത് കാരണം ഇപ്പോഴത്തെ പിള്ളേർ ഇൻ്റർനെറ്റിൽ താരാട്ട് പാട്ട് കേട്ട് വളർന്ന് അതേ ഇൻ്റർനെറ്റും സ്മാർട്ട് ഫോണും ഫേസ്ബുക്കും സോഷ്യൽ നെറ്റ്വർക്കിംഗ് ഇതിൽ തന്നെ അവർ വളർന്ന് അത് തന്നെ അവരുടെ ഒരു ജീവിതമാണ്, അത് തന്നെ അവരുടെ ഒരു ലോകമാവുന്നു. ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ബാലഗോകുലം നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ട്. പിള്ളേരെ എല്ലാവരും ഒരു നല്ല വഴിയിൽ ഭജന ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർ കേട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. ഇപ്പം എൻ്റെ മകളുണ്ട്, ടീനേജറാണ്. ഞാൻ പറഞ്ഞു നല്ല പരിപാടിയാണ്, മോളിവിടെ വരൂ. അപ്പം ഇതൊന്നും എനിക്ക് കാണണ്ട, നമ്മുടെ കമ്പ്യൂട്ടറും നമ്മുടെ ഫോണും ഉണ്ടല്ലോ, പിന്നെ പിള്ളേർക്ക് അത് മതി. പിള്ളേരെ ആ കമ്പ്യൂട്ടറിൽ നിന്നും ഫോണിൽ നിന്നും ഒന്ന് ഇങ്ങോട്ട് എടുക്കണമെങ്കിൽ അവരുടെ കൂടെ വർത്തമാനം പറയുമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം. പക്ഷെ ഏതായാലും ഇങ്ങനെ ബാലഗോകുലം ഇങ്ങനത്തെ സംസ്ഥകൾ നമ്മൾക്ക് വളരെ അധികം ആവശ്യമാണ്. ഇപ്പോഴത്തെ ഈ സർക്കംസ്റ്റൻസസിൽ പിള്ളേരെ ഒരു നേരെ നമ്മുടെ സംസ്കാരം, നമ്മുടെ എല്ലാ രീതികളും എല്ലാം പഠിപ്പിക്കാൻ ഇങ്ങനത്തെ സംസ്ഥകൾ വളരെ വളരെ നമ്മൾക്കിപ്പോൾ ആവശ്യമാണ്. ഒരു തവണയും കൂടെ ഹൃദയപൂർവ്വം ഞാൻ അവർക്ക് ആശംസിക്കുന്നു. ഇത്ര നല്ല പരിപാടി എല്ലായിടത്തും നല്ല പിള്ളേരെ ഈ നല്ല നല്ല മോറൽ സയൻസ് ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ മോറൽ സയൻസ് ക്ലാസ് ഉണ്ടായിരുന്നു. ഇപ്പം ഒന്നും അങ്ങനത്തെ ഇപ്പം നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് ഫേസിൽ പോണ കൊണ്ട് മോറൽ സയൻസ് ഇങ്ങനത്തെ ഒന്നും നമ്മൾ കേൾക്കാറില്ല. സോ അത് കാരണം ഈ ബാലഗോകുലന്മാരുടെ ഓർഗനൈസേഷൻസ് ഇപ്പം ഭയങ്കര അത്യാവശ്യമാണ് നമ്മൾക്ക്. സോ വൺസ് അഗൈൻ ഐ കൺഗ്രാറ്റുലേറ്റ് യു സർ. പിന്നെ തിരുവാതിര നമ്മുടെ കേരളത്തിൽ നമ്മൾ മലയാളീസ് എല്ലാവർക്കും ഓണം, വിഷു, പിന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ, നമ്മൾ മലയാളീസ് എവിടെയായാലും ഇതൊന്നും കുറച്ച് തിരുവാതിര ഇതൊന്നും മറക്കാറില്ല. നമ്മൾ ചെയ്യണ രീതി മാറി ചെയ്തില്ലെങ്കിലും എപ്പോഴും ഓണം, വിഷു, തിരുവാതിര ഇതൊക്കെ നമ്മൾ മലയാളീസ് എപ്പോഴും കൂടെ നമ്മൾ ഈ ഫെസ്റ്റിവൽസ് ഒക്കെ കൊണ്ടാടുന്നതും ആഘോഷിക്കുന്നതും വളരെ സന്തോഷമായ കാര്യമാണ്. അതും ഇപ്പം നമ്മൾക്ക് ടി വിയിലും കാണാം. ടി വിയിൽ നമ്മൾ മറന്നുപോയാൽ തന്നെ ഈ ഫെസ്റ്റിവൽസൊക്കെ ഈ ആഘോഷം ഉണ്ടെന്ന് അവർ കൊട്ടിഘോഷിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അത് കാരണം ഇങ്ങനത്തെ ഈ ഫെസ്റ്റിവൽസൊക്കെ എനിക്ക് തോന്നുന്നത് ഇപ്പം പിന്നെയും നമ്മൾ ഈ ആഘോഷങ്ങളൊക്കെ പിന്നെയും സ്റ്റാർട്ട് ചെയ്യാനിപ്പോൾ നമ്മുടെ മലയാളീസിന് എപ്പോഴായാലും ഈ ഓണം, വിഷു, പിന്നെ നമ്മുടെ ഗുരുവായൂരപ്പൻ, നമ്മുടെ യേശുദാസ്, നമ്മുടെ മോഹൻലാൽ, മാമുക്ക ഒന്നും നമ്മൾ എപ്പോഴും മറക്കില്ല എന്നാണ് എൻ്റെ വിചാരം. സോ ഈ തിരുവാതിര ഇത്രയും ഗ്രൂപ്പ്സ് ഇന്ന് ഇവിടെ തിരുവാതിര കളി, കൈകൊട്ടിക്കളി കളിക്കുന്നുണ്ട്. വളരെ സന്തോഷം. അവർക്ക് കൺഗ്രാറ്റുലേഷൻസ്. അവരുടെ അമ്മ അച്ഛന്മാർക്കും പേരൻസിനും കൺഗ്രാറ്റുലേഷൻസ്. പിള്ളേർക്ക് ഈ കാലത്ത് നമ്മൾ ഈ കൈകൊട്ടിക്കളിയൊക്കെ പഠിപ്പിച്ച് ഇത്രയും ഗ്രൂപ്പ്സ് ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമായ കാര്യമാണ്. സോ വൺസ് അഗൈൻ ഞാൻ നിങ്ങളെല്ലാവരെയും കൺഗ്രാറ്റുലേറ്റ് ചെയ്ത് എനിക്ക് ഈ ഒക്കേഷനിൽ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എനിക്ക് ഈ ഓപ്പർച്യൂണിറ്റി തന്നതിന് വളരെ വളരെ നന്ദി. എൻ്റെ മലയാളം ഒരിക്കലും കൂടി നിങ്ങൾ ക്ഷമിച്ച് ഐ റിയലി താങ്ക് യു വെരി മച്ച്.